ഇറങ്ങടി, നമുക്ക് വേറെ ബസ്സിന് പോകാം. അത്രയും ആൾക്കാർ നോക്കി നിൽക്കെ വലിയ ശബ്ദത്തിൽ അയാൾ ഭാര്യയോട് പറഞ്ഞിട്ട് പോലും അവർ കേട്ട ഭാവം നടിച്ചില്ല. ഞാൻ ഈ പറയുന്നത് ഒരു സാങ്കല്പിക കഥയല്ല കേട്ടോ, ശരിക്കും നടന്നൊരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം ഒരാവശ്യത്തിനായി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിൽക്കുമായിരുന്നു ഞാൻ. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു KSRTC പ്രിയദർശിനി ബസ് വന്നു. അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു ഭാര്യയും ഭർത്താവും. ഭാര്യ ഏകദേശം ഒരു 48 വയസ്സ് തോന്നിക്കും, ഭർത്താവ് ഒരു 55 വയസ്സ് തോന്നിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്താ പറയുക, KSRTC പ്രിയദർശിനി ബസ്സിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഭാര്യ ഫ്രണ്ട് ഡോറിലൂടെ കയറി, ഭർത്താവ് പുറകിലെ ഡോറിലൂടെ കയറുമ്പോഴാണ് ഭർത്താവിന് മനസ്സിലായത് എന്താ പറയുക, സ്റ്റെപ്പിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. ഏകദേശം ബസ് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റെപ്പിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭർത്താവ് എന്ത് ചെയ്തു, ആ ബസ്സിൽ കയറാതെ പുറത്തേക്ക് ഇറങ്ങി മുമ്പിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇറങ്ങി നമുക്ക് വേറെ ബസ്സിന് പോകാം, ഇതിനകത്ത് കയറിയാൽ ശരിയാവില്ല എന്ന്. പക്ഷേ ഭാര്യ എന്ത് വന്നിട്ടും ആ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു. ലാസ്റ്റ് ഭർത്താവ് കുറച്ച് എന്താ പറയുക സൗണ്ട് കൂട്ടി പറഞ്ഞു, ഇറങ്ങി നമുക്ക് അടുത്ത ബസ്സിന് പോകാം എന്ന് പറഞ്ഞിട്ട് പോലും എന്താ പറയുക ആ സ്ത്രീ ഇയാൾ പറയുന്നതിന് കേട്ട ഭാവം നടിച്ചില്ല. അതിനകത്ത് തന്നെ അങ്ങ് നിൽക്കുകയാണ്, സീറ്റില്ല കേട്ടോ, അതിനകത്ത് തന്നെ അങ്ങ് നിൽക്കുക. അപ്പോൾ ലാസ്റ്റ് എന്താ പറയുക ഗതികെട്ട് ഈ ഭർത്താവ് തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ നോക്കുന്നുണ്ട്, ഭാര്യ പ്രിയദർശിനി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പ്രൈവറ്റ് ബസ്സിൽ വരുമായിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അയാൾ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല, ഈ സ്ത്രീ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയില്ല. പക്ഷേ ലാസ്റ്റ് ആ പ്രൈവറ്റ് ബസ് സ്റ്റാർട്ടാകുന്ന സമയം വരെ ഇയാൾ പ്രതീക്ഷയോടെ ആ KSRTC ബസ്സിലോട്ട് തന്നെ നോക്കി നിൽക്കുക. അതായത് എൻ്റെ ഭാര്യ ഇപ്പോൾ ഇറങ്ങുമായിരിക്കും, ഇറങ്ങി തൻ്റെ ബസ്സിൽ കയറുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഏറെ സമയം നോക്കി നിന്നു. ലാസ്റ്റ് ബസ് എടുത്ത് ബസ് പോയി. എന്നിട്ടും ഈ സ്ത്രീ ആ KSRTC ബസ്സിൽ നിന്ന് അനങ്ങിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിതിനകത്ത് ഈ പ്രിയദർശിനി ബസ്സും അതിൻ്റെ ടിക്കറ്റ് കൺസെഷനും അതൊന്നും അല്ല കേട്ടോ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സൗജന്യമായ ഒരു യാത്ര കണ്ടപ്പോൾ സ്വന്തം ഭർത്താവിനെ പോലും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പം എന്താ പറയുക, സൗജന്യമായിട്ടൊരു യാത്ര കിട്ടിയപ്പോൾ ഭർത്താവും വേണ്ട ആരും വേണ്ട, അങ്ങനെ ഒരു അവസ്ഥയാണ്. പാവം അയാൾ എന്താ പറയുക അത്രയും മനസ്സ് വിഷമിച്ചിട്ടുണ്ടാകും. കാരണം അവസാന നിമിഷമെങ്കിലും ഭാര്യ ആ KSRTC ബസ്സിൽ നിന്ന് ഇറങ്ങി തൻ്റെ കൂടെ വരുന്ന ഒത്തിരി പ്രതീക്ഷിച്ച് കാണും. പക്ഷേ അയാളുടെ പ്രതീക്ഷ വെറുതെയായിപ്പോയി.